ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉലുവ ദോശയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് ഇഡ്ഡലി റൈസാണ്. 1 കപ്പ് ഇഡ്ഡലി റൈസിന് 1 കപ്പ് പച്ചരി, നമ്മൾ വെള്ളത്തിലൊക്കെ ഇടുന്ന ഇഡ്ഡലിക്കൊക്കെ ഇടുന്ന പച്ചരി തന്നെ, സാധാരണ റൈസ്. ഇത് ഒരു ചെറിയ കപ്പ് തേങ്ങ. ഉലുവ ദോശ ആയതുകൊണ്ട് തന്നെ ഉലുവ കുറച്ച് കൂടി. ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉലുവ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ഈ 2 അരി പച്ചരി, ഈ ഡൊപ്പിയരി എന്ന് പറയും, ഡൊപ്പിയരി പൊന്നിയരി എന്നൊക്കെ പറയും. ഇത് രണ്ടും കൂടെ ഒരു 4-5 മണിക്ക് കുതിരാൻ വയ്ക്കണം, വെള്ളത്തിലിട്ട് കുതിർക്കണം. എന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളത്തിലിട്ട്, ഉലുവയും വെള്ളത്തിലിടണം പ്രത്യേകിച്ച്. അരി 2 അരിയും കൂടെ അതാ കുതിർത്തിയെടുത്തത് ഇതിനകത്തേക്ക്. പ്രത്യേകിച്ച് ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചാണെങ്കിലും ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം കളയണ്ട, അതുകൊണ്ട് ഞാനിത് പ്രത്യേകം വെള്ളത്തിലിടും. അതും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. തേങ്ങ ഇത് അരച്ച് കഴിഞ്ഞിട്ടാൽ മതി. തേങ്ങ കുറച്ച് കൂടുതലിട്ടാൽ അത്രയും നല്ലതാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് തരിതരിപ്പായിട്ട് അരിച്ചെടുക്കണം. ഉപ്പിടണം. ഇപ്പം തന്നെ ഉപ്പിടുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ നമുക്കൊരു ഏകദേശം കണക്കറിയാം. അരച്ച് കഴിയുമ്പോൾ ഇച്ചിരി കട്ടിയായതുകൊണ്ട് ഉപ്പിടാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഇപ്പം ഇതിന് കണക്കാക്കി ഉപ്പിടാം. ഞാൻ ഉപ്പ് പൊടി ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പ് വാങ്ങിച്ച്, കല്ലുപ്പ് വാങ്ങിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഇതുപോലെ പൊടിച്ചെടുക്കും. ഉപ്പ് പൊടി ഞാൻ യൂസ് ചെയ്യാറില്ല. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമുണ്ട് ഇതിനകത്ത്. വെള്ളം അധികം ഒഴിക്കണ്ട, കുറച്ച് കട്ടിയായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വെള്ളം അധികം ഒഴിക്കണ്ട. മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇട്ട് അരച്ചെടുക്കാം. മാവ് ഞാൻ അരച്ച് വെച്ചത് ചെറിയ തരിയുണ്ട്, ഇതാകണ്ട ചെറുതായിട്ട്, തീരെ നൈസാക്കണ്ട. ഇനി ഇതിലേക്ക് തിരുമിയ തേങ്ങ ഇട്ടാൽ മതി. തേങ്ങ ഇട്ടിട്ട് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ തേങ്ങ അരച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ തേങ്ങ തിരുമി ഇടുന്നതാണ് നല്ലത്. മാവ് റെഡിയായി. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതേ കട്ടിയിൽ അരച്ചെടുക്കണം മാവ്. ഉലുവ ദോശയുടെ മാവ് റെഡിയായി. ഇത്രയും കട്ടിയിൽ ഇങ്ങനെ അരയ്ക്കണം. തേങ്ങ കുറച്ച് കൂടുതൽ വേണം. അതിനകത്ത് 1 കപ്പ് തേങ്ങയും കൂടെ അതിനകത്തേക്ക് ഇടാം. 1 കപ്പ് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല കട്ടി മാവ്. എനിക്ക് ഒരു ചെവിട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം. നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കുറയും. നമ്മൾ ദോശക്കല്ല് ഒന്നുകിൽ ഇരുമ്പ് ദോശക്കല്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമ്പ് പാനിനകത്ത് എങ്ങനെയാണ് ചുടുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൽ തന്നെ ഞാൻ മുരിങ്ങയില ഇട്ടും ഉണ്ടാക്കും. അതും കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും മുരിങ്ങയില ഇട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയില എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മുരിങ്ങയിലയും കൂടെ എടുത്തു. മുരിങ്ങയിലയും കൂടെ ഇട്ട് അതൊന്നും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇല വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഉലുവയായി, ഇലയായി, എല്ലാമായി. ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെയും ചുടാം. അത് പോട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇല വേണമെങ്കിലും ചേർക്കാം. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉലുവ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം.
ചേർത്ത് ഇങ്ങനെ എന്താ കട്ടിയിൽ ഇങ്ങനെ തിക്കായിട്ടിരിക്കണം. എന്നിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. ഇതുപോലെ കട്ടിയുള്ള പാത്രത്തിലായിരിക്കണം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആദ്യമേ കുറച്ച് എണ്ണ, ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. എന്നിട്ട് ഇച്ചിരി കട്ടി തന്നെ പരത്തണം. ഇതാ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഇടും. കട്ടി ഒരുപാട് എണ്ണ ഒഴിച്ചാൽ ടേസ്റ്റാ. തേങ്ങ നല്ലപോലെ ഇടണം. എണ്ണ പരത്തണം. എന്നിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കണം. ചെറിയ തീയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വയ്ക്കണം. കുറച്ച് സമയം മതി. നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെ. കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. ശരിക്കും ഇതുപോലുള്ള ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ ചുടണം ഇത്, എന്നെങ്കിലേ കൊള്ളാവും. നോൺ സ്റ്റിക്കിൽ ചുട്ടാൽ ഇങ്ങനെ ചെറിയ തീക്കകത്ത് എണ്ണ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ചുറ്റിനും ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇത് റെഡിയായോ നോക്കാം. നല്ല മുരിഞ്ഞുണ്ട്. ഇനി ഇത് തന്നെ ഞാൻ മുരിങ്ങയില ഇട്ടും ഉണ്ടാക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതേ മാവ് തന്നെ കുറച്ചെടുത്തതാ, അതിനകത്ത് കുറച്ച് മുരിങ്ങയിലയും കൂടെ ഇട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വെള്ളം കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് വേണം. കൈകൊണ്ട് തന്നെ പരത്തണം. അപ്പം മുരിങ്ങയിലയുടെ ഗുണവും കൂടെ നമുക്ക് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഉലുവ ദോശയായത്. കുറച്ച് വെള്ളം, ഇതിവിടെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കണം. തുറന്ന് നോക്കാം. കുറച്ച് എണ്ണയും കൊടുക്കും. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉലുവയാണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും എല്ലാം വളരെ നല്ല സാധനങ്ങളാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. മുരിങ്ങയില കുറച്ച് കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. അതുപോലെ തേങ്ങയൊക്കെ കുറച്ച് കൂടുതലിട്ടാൽ നല്ലത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.